നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. മഹാരാഷ്ട്രയിൽ പുള്ളിപ്പുലിയുടെ ആക്രമണം, 5 വയസ്സുകാരൻ കൊല്ലപ്പെട്ടു. പുഞ്ചിരി മത്സരത്തിൽ ദൈവികനും ആത്മീയാനന്ദയ്ക്കും 1ാം സ്ഥാനം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പുതിയ നേതൃത്വം. PK മധു സെക്രട്ടറി, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് പ്രസിഡന്റ്. ചുയിങ്കം സ്വീപ്പാണ് മൈക്രോ പ്ലാസ്റ്റിക് ബോധവൽക്കരണ പദ്ധതിയുമായി കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത്. തീരദേശ മാറ്റങ്ങൾ പഠിക്കാനൊരുങ്ങി ജില്ലാ പഞ്ചായത്തും കണ്ണൂർ സർവകലാശാലയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പുഞ്ചിരി മത്സരത്തിൽ ദൈവികനും ആത്മീയന്തനിക്കും 1ാം സ്ഥാനം. APJ അബ്ദുൽ കലാം ലൈബ്രറി ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുട്ടികളുടെ പുഞ്ചിരി മത്സരത്തിൽ 4 വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ ദൈവിക് ഉയരത്തൂർ 1ാം സ്ഥാനവും നെയിൽ അജീഷ് പാപ്പനിശ്ശേരി 2ാം സ്ഥാനവും ഇഷാൻ പ്രണീഷ് തോട്ടട 3ാം സ്ഥാനവും നേടി. അഞ്ജിത് ആഷിത്, അലോക് രാഹുൽ, സംസ്കൃതി ശമൽ 3 പെരിയ, ജിയാര 3 പെരിയ, വിശ്രുത് വിജേഷ് എന്നിവർ പ്രോത്സാഹന സമ്മാനം നേടി. നീവ് സജീവൻ 3 പെരിയ, ഇഹാര രാഹുൽ, ഇവവിന ഇർനാവ് എന്നിവർ പ്രത്യേക സമ്മാനത്തിനു അർഹരായി. 4 വയസ്സിന് മുകളിലുള്ളവരിൽ P ആത്മീയാനന്ദ 1ാം സ്ഥാനവും ഋഗ്വേദ് 2ാം സ്ഥാനവും അലംകൃത ലതീഷ് 3ാം സ്ഥാനവും നേടി. ആഷ്ക പ്രജിൻ, അലംകൃത ഉബാഷ്, ഇതൾ രഞ്ജീവ്, വേദ രാഹുൽ, വീർ നർത്തന എന്നിവർ പ്രോത്സാഹന സമ്മാനം നേടി. ഗോത്ര വനിതകൾക്ക് ഉല്ലാസയാത്രയൊരുക്കി DTPC. കാടിനെ തുടർന്ന് ഗോത്ര വനിതകൾക്കും കുട്ടികൾക്കുമായി ഉല്ലാസയാത്രയൊരുക്കി DTPC. നാടിന്റെ മനോഹാരിതയും പ്രകൃതിയുടെ ആസ്വാദനവും അറിവിന്റെ പുതുലോകവും തുറന്നു നൽകുന്നതിനായിരുന്നു ഉല്ലാസയാത്ര. കേരള മഹിളാ സമാഖ്യയുടെ ആഹ്വാനത്തോടെ ഇരിട്ടി, ജബ്ബാർകടവ്, കൂളിപ്പാറ, അക്കാപ്പറമ്പ്, പുന്നാട്, മടമ്പറമ്പ്, ചാവശ്ശേരി ടൗൺഷിപ്പ് എന്നീ ഉന്നതികളിൽ നിന്നുമുള്ള മഹിളാ സമാഖ് ഗോത്ര വനിതാസഭ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കാണ് ഏകദിന ഉല്ലാസയാത്ര ഒരുക്കിയത്. പറശ്ശിനിക്കടവ്, സ്നേക്ക് പാർക്ക്, സെന്റ് ആഞ്ചലോസ് കോട്ട, ലൈറ്റ് ഹൗസ്, ലൈറ്റ് മ്യൂസിയം, അറക്കൽഘട്ട് മ്യൂസിയം, പയ്യാമ്പലം സീപാത്ത് വേ എന്നിവ സന്ദർശിച്ച സംഘം പയ്യാമ്പലം ബീച്ചിലെ സുന്ദരതീരം കണ്ടാണ് മടങ്ങിയത്. തുടർന്ന് ഇവർക്ക് ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ സ്വീകരണവും ഒരുക്കി. ISO സർട്ടിഫിക്കേഷൻ ജില്ലാതല പ്രഖ്യാപനവും നിശാഗന്ധി മാഗസിൻ പ്രകാശനവും. മികച്ച സേവനങ്ങളെ അടിസ്ഥാനമാക്കി കുടുംബശ്രീ CDSകൾക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ജില്ലാതല പ്രഖ്യാപനം, നിശാഗന്ധി മാഗസിൻ 3ാം പതിപ്പിന്റെ പ്രകാശനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി നിർവഹിച്ചു. ജില്ലയിൽ 55 CDSകൾക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. കണ്ണൂർ ശിക്ഷക് സദനിൽ നടന്ന പരിപാടിയിൽ ഓണം വിപണന മേള, ഓണം ശ്രീ എന്നിവയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച CDSകളെ ആദരിച്ചു. ആൾക്കൂട്ട പ്രവർത്തകരുടെ കവിതകൾ, ലേഖനങ്ങൾ, ചെറുകഥകൾ, സിനിമാ നിരൂപണം, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, കുടുംബശ്രീ നേട്ടങ്ങൾ, ചിത്രരചനകൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവ അടങ്ങിയതാണ് മാഗസിൻ. മാഗസീനിന്റെ മുഖചിത്രം വരച്ച് ഡിസൈൻ ചെയ്യുന്നത് വരെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് കുടുംബശ്രീ പ്രവർത്തകരാണ്. ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ രചനകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന രചനകൾക്ക് വർഷത്തിൽ പുരസ്കാരങ്ങളും നൽകി വരുന്നുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകരുടെ സർഗാത്മക രചനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രചനകൾ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നതിനുമായി കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ 3 മാസം കൂടുമ്പോഴാണ് നിശാഗന്ധി മാഗസിൻ പുറത്തിറക്കുന്നത്. മാഗസിന്റെ ഓൺലൈൻ പതിപ്പും പുറത്തിറക്കും. ആന്തൂർ നഗരസഭ ചെയർമാൻ P മുകുന്ദൻ, ചെറുതായം പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ, കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ PK അൻവർ, ISO മാനേജർ AP പ്രീത, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ PO ദീപ, KV വിജിത്, കണ്ണൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ V ജ്യോതിലക്ഷ്മി,
നിശാഗന്ധി ചീഫ് എഡിറ്റർ MM അനിത, DPM ജിബിൻ സക്രിയ എന്നിവർ പങ്കെടുത്തു. ഓരോ ച്യൂയിംഗം ചവയ്ക്കുമ്പോഴും ആയിരക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ ശരീരത്തിലെത്തുമെന്ന് പഠനങ്ങൾ. ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നാഡീവ്യവസ്ഥയെ തന്നെ ബാധിക്കുമെന്നും മറവി രോഗം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരായ അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ച്യൂയിംഗം സ്വീപ്പാണ് മൈക്രോ പ്ലാസ്റ്റിക് രണ്ടാം ഘട്ട പദ്ധതി. പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ MK സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പഠന സംഘമാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടി മൈക്രോ പ്ലാസ്റ്റിക്കിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നത്. പഠന റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വിവിധങ്ങളായ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് മണ്ണിലും വിണ്ണിലും മനുഷ്യരിലും ഉണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യഘട്ട പദ്ധതി തയ്യാറാക്കിയത്. പോളി എഥിലീൻ, പോളിവിനൈൽ അസ്റ്റേറ്റ് തുടങ്ങിയ സിന്തറ്റിക് പോളിമറുകൾ അടങ്ങിയ ച്യൂയിംഗം ശാരീരികമായ പ്രയാസങ്ങൾ പുറമെ പ്രകൃതിക്കും വിനാശകരമാണ്. ച്യൂയിംഗം മനുഷ്യ ശരീരത്തിലും പ്രകൃതിക്കും ഉണ്ടാക്കുന്ന മാരകമായ ആഘാതത്തിനെതിരെയുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷനുമായി ചേർന്ന് സംഘടിപ്പിക്കും. പല നിറത്തിലും തരത്തിലുമുള്ള ച്യൂയിംഗം കുട്ടികളിലും മുതിർന്നവരും ഉപയോഗിച്ചു വരുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ച്യൂയിംഗമ്മിൽ അടങ്ങിയ മൈക്രോ പ്ലാസ്റ്റിക്കുകളും നിറത്തിനായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളും ഉമിനീരിലൂടെ ആമാശയത്തിലെത്തുക വഴി മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ച്യൂയിംഗം അവശിഷ്ടങ്ങൾ പരിസ്ഥിതിക്കും ജനത്തിനും ദോഷം ചെയ്യുന്നതായി പഠനങ്ങൾ തെളിയിക്കുന്നു. പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായി ബ്ലോക്ക് പരിധിയിലെ വിവിധ വിദ്യാലയങ്ങളിൽ ച്യൂയിംഗം നിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത്. പരിപാടിയുടെ വിജയത്തിനായുള്ള ആസൂത്രണ യോഗത്തിൽ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ നിസാർ വായപ്പറമ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീമ കുഞ്ചാൽ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സണൽ ശ്രീരാഗ് രമേശ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനതല ചെസ് മത്സരം ഒക്ടോബർ 7-ന്. ദേശീയ യുവജന ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ യുവജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ചെസ് മത്സരം ഒക്ടോബർ 7-ന് കണ്ണൂരിൽ നടക്കും. ആദ്യ 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 15,000, 10,000, 5,000 രൂപയും 4 മുതൽ 8 വരെ സ്ഥാനം നേടുന്നവർക്ക് 3,000 രൂപ വീതവുമാണ് സമ്മാനത്തുക. മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 15-നും 40-നും ഇടയിൽ പ്രായമുള്ള ഫോട്ടോ ഫിഡെ റൈറ്റിംഗ് വിശദമായ ബയോഡാറ്റ സഹിതം ഇമെയിൽ ID-യിലോ യുവജന കമ്മീഷൻ വികാസ് ഭവൻ PMG തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ ഒക്ടോബർ 5-നകം അപേക്ഷിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 230 8630. അംഗനവാടി ക്രഷ് ഉദ്ഘാടനം ചെയ്തു. പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരിട്ടി ICCSന്റെ സഹായത്തോടെ മീത്തലെ പുന്നാട് അംഗനവാടിയിൽ സ്ഥാപിച്ച അംഗനവാടി ക്രഷിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ K ശ്രീലത നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടീക്കൻ ഫസീല അധ്യക്ഷയായി. തൊഴിൽ മേഖലയിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ അംഗനവാടികളോട് അനുബന്ധിച്ച് ക്രഷ് കെയർ സ്ഥാപിക്കുന്നത്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK ബൾക്കീസ്, K സോയ, കൗൺസിലർമാരായ K മുരളീധരൻ, CK അനിത, AK ഷൈജു, P ശശി, സമീർ പുന്നാട്, P ഫൈസൽ, ഇരിട്ടി CDPO ഷീന M കണ്ടത്തിൽ, സെക്രട്ടറി ഇൻചാർജ് PV നിഷ, ICDCS സൂപ്പർവൈസർ ജിസ്മി അഗസ്റ്റിൻ, അംഗനവാടി വർക്കർ രസ്ന എന്നിവർ പങ്കെടുത്തു. തീരദേശ മാറ്റങ്ങൾ പഠിക്കാൻ ഒരുങ്ങി ജില്ലാ പഞ്ചായത്ത്. കണ്ണൂർ സർവകലാശാലയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ തീരദേശ മേഖലയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ തീരദേശ പഠനവും മൈക്രോ പ്ലാസ്റ്റിക് സാന്നിധ്യ പരിശോധനയും പ്രോജക്റ്റിൽ ജില്ലാ പഞ്ചായത്തുമായി
കണ്ണൂർ സർവകലാശാല ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ പ്രൊഫസർ ജോബി കെ ജോസ്, ജില്ലാ പഞ്ചായത്തിന് വേണ്ടി സെക്രട്ടറി ടൈനി സൂസൻ, ജോണു മോൺ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളെയും അവയുടെ കടലോരത്തെയും പ്രത്യേകമായി നിരീക്ഷിക്കും. തീരദേശ ജലസ്രോതസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന മൈക്രോപ്ലാസ്റ്റിക് മാലിന്യങ്ങളും പഠന വിധേയമാക്കും. ജില്ലാ പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച വർക്കിംഗ് ഗ്രൂപ്പാണ് പദ്ധതി വിഭാവനം ചെയ്തത്. വിവരസാങ്കേതിക വിദ്യ, റിമോട്ട് സെൻസിംഗ്, GIS എന്നിവയുടെ സഹായത്തോടെ തീരദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ വായനശാലകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വഴി ജനകീയ പഠന മാതൃകയിലുമാണ് പഠനം. പദ്ധതിക്കായി 6.5 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരിയും സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജുവും പദ്ധതിയുടെ പ്രാധാന്യം വിശദീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ T ഗംഗാധരൻ, സ്ഥിരം സമിതി അധ്യക്ഷ UP ശോഭ, അംഗങ്ങളായ CP ജിഷു, M രാഘവൻ, പഞ്ചായത്ത് ഫിനാൻസ് ഓഫീസർ KV മുകുന്ദൻ, പഞ്ചായത്ത് സീനിയർ സൂപ്രണ്ട് P പ്രമേയൻ, പ്രൊഫസർ AK അശോകൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രൊഫസർ അനൂപ് കേശവൻ, സർവകലാശാല വകുപ്പ് മേധാവികൾ, പദ്ധതി പ്രിൻസിപ്പൽ ഇൻസ്റ്റിഗേറ്റർ ഡോക്ടർ TP K പ്രസാദ് എന്നിവർ സംസാരിച്ചു. ബിന്ദുവിന്റെ കുടുംബത്തിന് തണലായി സ്വപ്നഭവനം താക്കോൽ കൈമാറി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു മരിച്ച അമ്മ ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് വീടായി. മന്ത്രി നൽകിയ ഉറപ്പാണ് സ്നേഹവീടായത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം നവീകരിച്ചു. നൽകുന്ന വീടിന്റെ താക്കോൽ മന്ത്രി R ബിന്ദു കുടുംബത്തിന് കൈമാറി. വൈകിട്ട് 6:30 നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. 12.5 ലക്ഷം ചെലവിലാണ് വീട് നവീകരിച്ചത്. ചുറ്റുമതിലടക്കം 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി. അടുക്കളയായി ഉപയോഗിച്ചിരുന്ന ഭാഗം പൂർണ്ണമായും പൊളിച്ചു മാറ്റി. ശുചിമുറി ഉൾപ്പെടെ ഒരു മുറിയും അടുക്കളയും വർക്ക് ഏരിയയും നിലവിലുള്ള വീടിനോട് കൂട്ടിച്ചേർത്ത് പുതുതായി കോൺക്രീറ്റ് ചെയ്ത് മോശമായി കട്ടിളകളും വാതിലുകളും ജനലുകളും മാറ്റി പുതിയത് വെച്ചു. മുൻഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടി ബലപ്പെടുത്തി. മുറ്റത്ത് ഷീറ്റ് പാകി പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചു. വീട്ടിലേക്കെത്താൻ പുതിയ കൈവരിയും സ്ഥാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ഗോണ്ടിയ ജില്ലയിൽ 5 വയസ്സുകാരൻ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അൻഷ് പ്രകാശ് മണ്ഡൽ എന്ന ആൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. വനം വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ ഗോതൻഗാവ് വനമേഖലയുടെ പരിധിയിലുള്ള സഞ്ജയ് നഗർ ഗ്രാമത്തിലാണ് സംഭവം. മുത്തശ്ശിയോടൊപ്പം വീട്ടിൽ നിന്നും വരുമ്പോഴാണ് പുലിയുടെ ആക്രമണം. പരിക്കേറ്റ കുട്ടിയെ ഉപേക്ഷിച്ച് പുലി കാട്ടിലേക്ക് ഓടിപ്പോയി. സംഭവത്തിൽ രോക്ഷകുലരായ പ്രദേശവാസികൾ നവേഗഡ് കൈശാരി റോഡിൽ പ്രക്ഷോഭം നടത്തുകയും വനം ഉദ്യോഗസ്ഥരെ കാർ നശിപ്പിക്കുകയും ചെയ്തു. മുതിർന്ന വനം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ജനക്കൂട്ടത്തെ സമാധാനത്തിന്റെ തുടർന്ന് ഗ്രാമവാസികൾ പ്രക്ഷോഭം പിൻവലിച്ചു. MBR ആയുർവേദ ഫാർമസി ലോക ഫാർമസിസ്റ്റ് ദിനാഘോഷം സംഘടിപ്പിച്ചു. ലോക ഫാർമസിസ്റ്റ് ദിനാഘോഷം MBR ആയുർവേദ ഫാർമസിയുടെ ആഭിമുഖ്യത്തിൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. MBR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ പ്രൊഫസർ EK കുഞ്ഞിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MBR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ CEO അവിനാദ് ഗിർജ, MBR ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രൊഫസർ മുരളീധരൻ AK, AVR ആയുർവേദ മെഡിക്കൽ കോളേജ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ പ്രൊഫസർ ജോഷി ജോർജ്, ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സരിത S, MBR
ആയുർവേദ ഫാർമസിസ്റ്റ് ജനറൽ മാനേജർ ലിനുരാജ് പെരിക്കാട്ട്, മാനേജർ പ്രതാപൻ ജി, പ്രൊഡക്ഷൻ മാനേജർ ഡോക്ടർ സുധീർ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പ്രസവരക്ഷാ ലേഖ്യം ഉൽപ്പന്ന നാമകരണ മത്സരഫലം പ്രഖ്യാപിച്ചു. അതോടൊപ്പം ലോക ഫാർമസിസ്റ്റ് ദിനത്തിന്റെ ആസ്പദമാക്കി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങൾ, പോസ്റ്റർ മത്സരം, ക്വിസ് മത്സരം എന്നിവയുടെ വിജയികളെ പ്രഖ്യാപിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി മുൻ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഇരുന്ന വി കെ മധുവിനെ തെരഞ്ഞെടുത്തു. തുടർച്ചയായി 2ാം തവണയാണ് വി കെ മധുവിനെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നത്. പുതിയ പ്രസിഡന്റായി ഡോക്ടർ ധർമ്മരാജ് അഡാട്ടിനെയും തെരഞ്ഞെടുത്തു. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് യോഗമാണ് പുതിയ ഭാരവാഹികളെ ഏകകണ്ഠമായി തെരഞ്ഞെടുത്തത്. 15-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് യോഗം തെരഞ്ഞെടുത്തത്. യോഗത്തിൽ ഡോക്ടർ വളിക്കാവ് മോഹൻദാസിനെ വൈസ് പ്രസിഡന്റായും മനയത്ത് ചന്ദ്രനെ ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. പട്ടാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ആരവം 2025 പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റുമായ ശ്രീഗംഗ NK ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PV ആനന്ദബാബു അധ്യക്ഷനായി. ചടങ്ങിൽ പ്രിൻസിപ്പൽ വി ബിന്ദു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വിദ്യാരംഭം കലാസാഹിത്യ വേദി അധ്യാപകർക്കായി സംഘടിപ്പിച്ച തിരക്കഥ രചനാ മത്സരത്തിൽ 3ാം സ്ഥാനം നേടിയ അനുശ്രീ കെ, സി ദേവദാസ്, KM അറേബ്യൻ വേൾഡ് റെക്കോർഡ് നേടിയ അഭിനവ് കെ എന്നിവരെ ഹെഡ്മിസ്ട്രസ് OV വിജയലക്ഷ്മി മൊമന്റോ നൽകി അനുമോദിച്ചു. സ്റ്റാഫ് സെക്രട്ടറി K രാജീവ്, ദിലീപ് കുയിലൂർ എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുക. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.